ഇപ്പൊ പലയിടത്തും നിക്കർ ധരിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അത് നിയമപരമായിട്ട് എതിരാണ്. ഔറത്ത് മറക്കേണ്ടത് മുഴുവനും മറക്കണം. അത് ആണിനും ബാധകമാണ്. ഓവറായിട്ട് വേണ്ട, പാകത്തിന്. നിര്യാണി വിട്ട് കിടക്കുന്ന ആ രൂപത്തിലുള്ള നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്നതാകുകയും ചെയ്യരുത്. ധരിച്ചിട്ട് തായ്ഭാഗമൊക്കെ നല്ലോണം മറിഞ്ഞിട്ടുണ്ട്, മേൽഭാഗമാണെങ്കിൽ ശരിക്കും ഓപ്പണായിട്ട് ഉള്ളിൽ ധരിച്ചത് നീലയാണോ പച്ചയാണോ ചുവപ്പാണോ വെള്ളയാണോ കളറടക്കം വേർതിരിച്ചറിയുന്ന രൂപത്തിലേക്ക് ഊരക്കെട്ടിന്റെ താഴയിലേക്ക് പാൻറ് ധരിച്ച് വന്നിട്ട് മേലോട്ട് വലിച്ചാൽ അത് കയറൂല. കയറുമോ? അതാകെ അതിന്റെ അളവത്രേ ഉള്ളൂ. എത്ര? ഈ ഊരക്കെട്ടിന്റെ നമ്മുടെ ഊരയുടെ താഴോട്ടേ ഉള്ളൂ. പിന്നെ അല്ലാഹുത്താല എങ്ങനെ ഒരു സൃഷ്ടിപ്പ് നൽകിയതുകൊണ്ട് കൊഴിഞ്ഞാടാതെ നിൽക്കാണ്. മുന്നിലും ബാക്കിലൊക്കെ ചെറിയ തടസ്സം തന്നുകൊണ്ട്, അല്ലെങ്കിൽ കൊഴിഞ്ഞാടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ എന്ത് സ്വീകരിക്കണം? മേലോട്ട് വരേണ്ട അത്രയും അളവിൽ വരണം. പാൻറ് നല്ല വസ്ത്രമാണ്, നല്ല ഒതുക്കുള്ള വസ്ത്രമാണ്. പക്ഷെ അതിനും ഒരു തഖ്വയുണ്ട്. എന്താണത്? അതിന്റെ ആ പരിധിക്കുള്ളിലാകണം ആ വസ്ത്രം. മേൽഭാഗം ഓപ്പണായിട്ട് പൊക്കിളും പിൻഭാഗത്തുകൂടെ അദ്ദേഹത്തിന്റെ മലദ്വാരം കാണുന്ന രൂപത്തിലുള്ള ഒരു വെളിപ്പാടും ഉണ്ടാകരുത്. അത് ഉസ്താദെ ആരെങ്കിലും പൊക്കി നോക്കിയെങ്കിലല്ലേ അല്ല, കാണാവുന്നൊരു പരിതസ്ഥിതിയിലേക്ക് വന്നാൽ തന്നെ കാര്യം പോക്കാണ്. അപ്പൊ ചില ആൾക്കാർ പറയും ഉസ്താദെ നിസ്കരിക്കുമ്പോ മാത്രല്ലേ പ്രശ്നമുള്ളൂ. അല്ല, ഈ പറയുന്ന ഈ മറക്കണം എന്ന് പറയുന്നത് എപ്പോഴും മറക്കേണ്ടത് തന്നെയാണ്. നിസ്കാരത്തിൽ മാത്രമല്ല, നമ്മൾ പുറത്തുകൂടെ ഇങ്ങനെ നടക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്നിട്ട് നമ്മളെ കുടുംബക്കാരിൽ ചെന്നിട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് കയറുകയാണ്. അപ്പോഴൊന്നും ഇപ്പൊ ഈ പറഞ്ഞ ഭാഗമൊന്നും വെളിവാകാൻ പാടില്ല, മറയേണ്ടത് മറയണം. തായ്ഭാഗത്താണെങ്കിലോ തായ്ഭാഗത്ത് അങ്ങോട്ട് നിര്യാണി വിട്ട് താഴോട്ട് കിടക്കാൻ പാടില്ല. എത്രയാണ് അതിന്റെ ആ ഒരു ആത്മീയ വശം നോക്ക് നിങ്ങൾ. സുബ്ഹി നിസ്കാരത്തിൽ കുത്തുകൊണ്ടിട്ട് കുടിക്കുന്ന വെള്ളം പോലും താഴോട്ടിറക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് ബോധം കെടുന്നു, ബോധം തെളിയുന്നു. അങ്ങനെ കിടക്കുന്ന മഹാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയ ശേഷം സ്വഹാബിമാരിൽ കൂട്ടം ആളുകൾ വന്നപ്പോ ഉമർ റളിയല്ലാഹുവിനെ ചോദിച്ച ആദ്യത്തെ ചോദ്യം, നോക്ക് നിങ്ങൾ, ഈ കുത്തുകൊണ്ട് രക്തം ഒന്നു രണ്ടും കുത്തല്ല, രക്തം ഇങ്ങനെ ഒഴുകി അബോധാവസ്ഥ വന്ന് ശരീരം ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലും തഖ്വക്കോ ആത്മീയതക്കോ ഒരു കുറവും ഇല്ല. ബോധം തെളിഞ്ഞ ഉടനെ ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ നിസ്കാരം നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ നിങ്ങൾക്ക് ഈ ജമാഅത്തിന് ഇമാമായി നേതൃത്വം നൽകുമ്പോഴാണല്ലോ എന്നെ കുത്തിയത്. ഞാൻ കാരണം നിങ്ങൾക്ക് നിസ്കാരം നഷ്ടപ്പെട്ടോ? ജമാഅത്ത് തകരാറിലായോ? അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഇതിന് മറുപടി പറയേണ്ടി വരുമല്ലോ എന്നൊരു വിഷയമാണ്. എന്നെ കുത്തിയതാരാന്നൊക്കെ ചോദിക്കുന്നത് പിന്നെയാണ്. ആദ്യം തന്നെ ചോദിക്കുന്നത് ആത്മീയ വഴിയിൽ ഏറ്റവും കൂടുതൽ ഒരു മുസ്ലിം എപ്പോഴും മുറുകെ പിടിക്കുന്ന ഒന്നല്ലേ നിസ്കാരം? ആ നിസ്കാരമാണ് ആദ്യം ചോദിക്കുന്നത്. സ്വഹാബത്ത് പറഞ്ഞു, കൂടെയുള്ളവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല, ജമാഅത്തും തകരാറായിട്ടില്ല. നേരെ പിറകിലെ സൊഫിലുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് നിന്നിട്ട് ജമാഅത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം മുഖത്ത് വല്ലാത്തൊരു പ്രസരിപ്പ് വന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. പടച്ചോന്റെ അടുത്ത് ഈ ചോദ്യം എനിക്ക് വരൂലല്ലോ എന്നുള്ള നിൽക്കണത്. ഞാനല്ലേ ഇമാമ്, ഞാൻ കാരണം ഇവരെ ജമാഅത്ത് നഷ്ടമായി പോകാൻ പാടില്ലല്ലോ. പിന്നെയാണ് ചോദിക്കുന്നത്, ആരാണ് എന്നെ കുത്തിയത്? ആ കുത്തിയത് അബൂലൂലത്ത് എന്ന് പറയുന്ന അടിമയാണ് എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ അതിനും പറഞ്ഞു,
അൽഹംദുലില്ലാഹില്ലദീ ലം യജഅൽ മൗതി ബിയദി മുസ്ലിം. ഒരു മുസ്ലിമിന്റെ കൈകൊണ്ട് എന്റെ മരണമാക്കിയില്ലല്ലോ. അള്ളാഹുവിന് സർവസ്തുതിയും. അതൊക്കെ പറഞ്ഞ ശേഷം ഒരു ചെറുപ്പക്കാരൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി വന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വലിയൊരു ഹദീസാണ്. ഉമർ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരൻ കയറിയിട്ട് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനു വിഷമിക്കണം? ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തങ്ങളോടൊപ്പം നിങ്ങൾ ജീവിച്ചു. തങ്ങൾ വഫാത്തായി പോയി. വഹുവ അൻകറാൽ, നിങ്ങളെ പൊരുത്തപ്പെട്ടിട്ടല്ലേ അള്ളാഹുവിന്റെ റസൂല് വഫാത്തായത്. ശേഷം 2 വർഷവും ചില്ലറ മാസവും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരിച്ചു. അപ്പോഴും നിങ്ങളെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കൂടിക്കൊടുത്തിട്ടുണ്ട്. മഹാൻ വഫാത്തായപ്പോഴും വഹുവ അൻകറാൽ, നിങ്ങളെ പൊരുത്തപ്പെട്ട രീതിയിലല്ലേ വഫാത്തായി പോയത്. നിങ്ങൾ എന്തിനു പേടിക്കണം? ഒരുപാട് വികസനങ്ങളും പുരോഗതികളും മുമ്പ് കാലത്ത് നടപ്പിലാക്കാൻ കഴിയാത്തത് പലതും നടപ്പിലാക്കാൻ അള്ളാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയില്ലേ? ഇങ്ങനെ ഒരുപാട് മുഖസ്തുതികളൊക്കെ പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് കട്ടിലിൽ കിടക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്ന് തലപൊക്കി. സ്വഹാബത്ത് പറയുന്നു, മഹാനവറുകളുടെ തഖ്വ, ഈമാനിക സ്പിരിറ്റ് വല്ലാത്തൊരു സ്പിരിറ്റാണ്. ഈ പോകുന്ന ചെറുപ്പക്കാരനെ വീണ്ടും മടക്കി വിളിച്ചിട്ട് പറഞ്ഞു, യാ ഗുലാം ഇർഫഅ സൗബക യാ ഗുലാം, ഓ ചെറുപ്പക്കാരാ, നിന്റെ തുണിയൊന്ന് കയറ്റിയെടുക്കൂ. എന്നെ മദ്ഹ് പറഞ്ഞതല്ലേ, പുകഴ്ത്തി പറഞ്ഞതല്ലേ, ഒന്നുമല്ല. അവരെ മനസ്സിലുള്ള തഖ്വ കണ്ടോ നിങ്ങൾ? ഉപ്പമാരെ, നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് സമ്പാദ്യം ഉണ്ടാക്കി തരുന്ന മോനാണെങ്കിലും, ആ മോൻ എത്ര ഹൈ ലെവലിൽ ജീവിക്കുന്നവനാണെങ്കിലും, നിങ്ങളെ മുന്നിലേക്ക് വരുമ്പോ തുണി തായോട്ടിറങ്ങിയിട്ടുണ്ടോ ഉയർത്താൻ പറയണം. പാന്റ് തായോട്ടിറങ്ങിയിട്ടുണ്ടോ പൊക്കാൻ പറയണം. വസ്ത്രം ശരിയായിട്ടില്ലേ അത് മാറ്റാൻ പറയണം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ തുണി പൊക്കിയെടുക്കണം. ഫഇന്നഹു അത്ഖാലി റബ്ബിക വഅൻഖാലി സൗബിക, നീ റബ്ബിന് ചെയ്യുന്ന വലിയൊരു തഖ്വയാണത്. തഖ്വയാണത്. ഏത്? തഖ്വയുടെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കണ്ടാൽ തന്നെ അറിയും, നിസ്കരിക്കുന്ന കണ്ടാൽ തന്നെ അറിയും. ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് നിസ്കരിക്കാൻ കയറിയപ്പോൾ ഒരു ചെറുപ്പക്കാരാണ് നിസ്കരിക്കുന്നത്. എന്ത് നല്ല റാഹത്തുള്ള രൂപത്തിലാണ് നിസ്കരിക്കുന്നത്. പാകത്തിനുള്ളൊരു പാൻറ് എടുത്തിട്ട്, പാൻറ് നീളം കൂടുതലില്ല, പാൻറ് തന്നെ എടുത്ത്. പാൻറ് എന്താ കുഴപ്പം? മറയുന്ന രൂപത്തിലാണെങ്കിൽ അത് മതിയല്ലോ, തെറ്റൊന്നുമില്ല. പക്ഷെ അത് പോരാത്തരമാകുമ്പോഴാണ് വിഷയമാകുന്നത്. അത് തുണിക്കും അങ്ങനെ തന്നെ, കമീസിനും അങ്ങനെ തന്നെ, കന്തൂറക്കും അങ്ങനെ തന്നെ, ഒക്കെ അങ്ങനെ തന്നെ, നിയമല്ലത്തും അങ്ങനെ തന്നെ. ഞാൻ ഈ ഉടുത്ത കമീസാണെങ്കിലും നിര്യാണിക്ക് താഴെ പോകാൻ പറ്റൂല. എനിക്കായിട്ട് വേറെ നിയമമൊന്നുമില്ല, എല്ലാവർക്കും ഒരു നിയമം തന്നെയാണ്. അങ്ങനെ നിയമത്തിൽ മാറ്റമൊന്നുമില്ല. ഇനി ഇതിന്റെ മേലെ ഒരു ഷാളൊക്കെ പൊതിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഖുത്ബക്കറാണെങ്കിലും അതിനും ആ അളവേ പറ്റൂ, അളവ് കൂടാൻ പറ്റൂല. നിര്യാണിക്കപ്പുറം പോകാൻ പറ്റൂലത്. അങ്ങനെ ഒന്നുണ്ടോ? അങ്ങനെ പറ്റൂല. ഒക്കെ പാകത്തിൽ. അതാണ് തഖ്വ. അവിടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ ചെറുപ്പക്കാരൻ ഉപദേശിക്കുന്നത്. ഈ ഉപദേശം ഈ ശരീരത്തിൽ ഇത്രയും കുത്തുകൊണ്ടിട്ട് രക്തം ഒഴുകിയിട്ട് വെള്ളം താഴോട്ട് പോകാതെ വിഷമത്തോടെ കിടക്കുന്ന നേരത്തും സ്വന്തം അനുയായിയെ ഇങ്ങനെ ഉപദേശിക്കാനുള്ള ഈ ഒരു തഖ്വ കണ്ടപ്പോ സ്വഹാബത്ത് പലരും തലയിൽ കൈവച്ചു പോയി. വല്ലാത്തൊരു തഖ്വ തന്നെ കേട്ടോ. ഈ നേരത്താണല്ലോ ഇപ്പൊ ഇത് പറയുന്നത്. ആരാ ഇത് പറയുന്ന ആലോചിച്ച് നോക്ക് നിങ്ങൾ. കുത്തുകൊണ്ട് കിടക്കുന്ന നേരത്താണല്ലോ തന്നെ കാണാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ഘട്ടത്തിലാണെങ്കിലും അയാൾക്ക് തെറ്റിപ്പോകരുത് എന്നുള്ള മനസ്സോട് ഉപദേശിക്കുന്നത്. നല്ല ഉപദേശം. മോനെ ചെറുപ്പക്കാരാ, തുണി ഒന്ന് കയറ്റിയെടുക്കുക. നിന്റെ വസ്ത്രത്തിനത് വൃത്തിയാണ്, റബ്ബിന് നീ ചെയ്യുന്ന തഖ്വയുമാണ്. ഇത് പറയുമ്പോ സഹോദരിമാരോട് പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, മറക്കേണ്ടതുപോലെ മറക്കേണ്ട അവയവങ്ങളൊക്കെ മറക്കണം. നഊദുബില്ലാഹ്. ഇപ്പൊ സ്കൂളിലും കോളേജിലും പോകുന്ന ചെറിയ കുട്ടികളടക്കം ഉമ്മമാരെ ശ്രദ്ധിക്കണം. പാന്റ് മേലോട്ട് പൊക്കിയിട്ട് തണ്ടങ്കാല് കാണിക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. വലിയ മുസീബത്താണ്.
പലയിടങ്ങളിലും നിങ്ങൾ നോക്ക്. എന്തിനാണ് ഈ പ്രദർശനം? തനിച്ച ഹറാമാണ്. ആ പ്രദർശനത്തിന്റെ ആവശ്യമില്ലല്ലോ. ആ പാന്റ് അവരെടുത്ത യൂണിഫോമിലെ പാന്റ് തായോട്ടിട്ടിട്ട് അവര് ധരിക്കുന്ന ചെരുപ്പും ഷോക്സും ഒക്കെ ധരിച്ച് ഭദ്രമായി പോന്നാ പോരെ. പിന്നെന്തിനാണ് ഇങ്ങനെ പൊക്കിയിട്ട് ഒരു അതേ കണങ്കാല് വരെ തണ്ടങ്കാല് വരെ എന്തിനാ കാണിക്കുന്നത്? അത്യാവശ്യം വെളുപ്പുണ്ട്, വേണമെങ്കിൽ നോക്കിക്കോളൂ എന്ന് പറയാനോ? പാടില്ല. ഉപദേശിച്ചു കൊടുക്കണം. വലിയവർ തന്നെ ആ മാതൃക സ്വീകരിച്ച് പുറത്തിറങ്ങുന്നത് കാണുന്നു. വലിയ അപകടകരമാണ്. തട്ടം തോളിലൂടെ അല്ല കേട്ടോ, തലയിലൂടെ നല്ല തട്ടമിട്ട് മറക്കേണ്ട മുഴുവൻ ഭാഗങ്ങളും മറക്കണം. പർദ്ദയാണ് ധരിക്കുന്നതെങ്കിലും ആ പർദ്ദ ഒന്ന് കൈപൊക്കിയാൽ കക്ഷഭാഗം വരെ കാണുന്ന കഫായതുകൊണ്ടൊരു പുരോഗതിയുമില്ല. നല്ല പർദ്ദയാണ്, പക്ഷേ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ചൊറിയാനോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ മേലെ ഒന്ന് പിടിക്കോ ചെയ്താൽ താഴ്ഭാഗം വരെ ശരിയായ രൂപത്തിൽ കാണാൻ പറ്റും. ഒരു കുഴപ്പമില്ലാതെ കാണാൻ പറ്റും. ഇങ്ങോട്ട് ഇറങ്ങി വന്നതല്ലേ, കാരണം അത്രമാത്രം ലൂസാണ് ഇതിന്. അവിടെ ഫിറ്റായ രൂപത്തിൽ ധരിക്കണം. ഉമ്മു സലമ റളിയല്ലാഹു